നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ആ വ്യക്തി ക്രിയേറ്റീവാണ്, ടാലൻറ്റഡ് ആണ്, നമ്മുടെ സ്ഥാപനത്തോട് ആത്മാർത്ഥതയുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടൊരു സ്പേസ് അനുവദിച്ചു കൊടുക്കണം. അങ്ങനെയല്ലേ? കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ പലപ്പോഴും വി ഗാർഡിൻ്റെ വളർച്ചയിലും അത് കഴിഞ്ഞ് വണ്ടർല തുടങ്ങുമ്പോഴും ഒക്കെ അത് ഈ ഒരു വിഷയം ഞാൻ കണക്കിലെടുത്തിരുന്നു. കാരണം നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ ഇങ്ങനെ വളർന്നു വരുന്നു, കഴിവുകൾ കൂടി വരുന്നു. അപ്പോൾ ഇവർക്ക് കൂടുതൽ ചലഞ്ചസ് കൊടുത്തേ തീരുള്ളൂ, അല്ലെങ്കിൽ അവരും സ്റ്റാഗ്നൻ്റായി പോവും, നമ്മളും സ്റ്റാഗ്നൻ്റ് ആവും. അപ്പോൾ വി ഗാർഡ് ആദ്യം കേരളത്തിൽ മാത്രമാണ് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നു. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കടക്കാനായിട്ട് ധൈര്യം കിട്ടുന്നത് നമ്മുടെ ഈ പഴയ ആൾക്കാരെ നമുക്ക് അങ്ങോട്ടൊക്കെ അയക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ ഞങ്ങളുള്ള ഇവിടെ കഴിവ് തെളിയിച്ച ഒരാളെയാണ് പ്രൊമോട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയത്. അത് നമ്മുടെ വിശ്വാസമാണ്, ഉറപ്പാണ്. തുടക്കത്തിൽ കാരണം എനിക്കെപ്പോഴും അവിടെ പോകാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ടായിരിക്കണം. അവിടുത്തുകാർ മോശമൊന്നുമല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലോക്കലായിട്ട് റിക്രൂട്ട് ചെയ്ത് പിന്നീട് ഇപ്പോൾ ഒക്കെ അവിടെ നിന്നൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് എൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഓക്കെ